ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഭിന്നതകൾക്കിടെ ശശി തരൂർ ഇന്ന് കേരളത്തിൽ. പാർട്ടി നിലപാടുകൾ തള്ളി മോദി സ്തുതികൾ ആവർത്തിക്കുന്ന തരൂരിനെ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇന്നലെ തരൂർ എക്സിൽ പങ്കുവച്ചു. രാജ്യമാണ് വലുത്, അത് കഴിഞ്ഞേ ഉള്ളൂ പാർട്ടി. ഇതാണ് ശശി തരൂരിന്റെ നിലപാട്. ഓപ്പറേഷൻ സിന്ദൂരിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിമർശനങ്ങളെ പരസ്യമായി തള്ളി ശശി തരൂർ മോദി സർക്കാരിന്റെ വക്താവായും ഇടയ്ക്ക് മാറി. അതിരുവിട്ടുള്ള പ്രതികരണങ്ങൾ പാടില്ലെന്ന പാർട്ടി അധ്യക്ഷന്റെ താക്കീത് വന്നതിന് പിന്നാലെ പറക്കാനൊരുങ്ങുന്ന പക്ഷിയുടെ ചിത്രം പങ്കുവച്ച് തരൂരിന്റെ മറുപടി. ചിറകുകൾ തന്റേതാണെന്നും ആകാശം ആരുടെയും കുത്തകയല്ലെന്നും തരൂർ എക്സിൽ കുറിക്കുകയും ചെയ്തു. നരേന്ദ്രമോദി രാജ്യത്തിന്റെ സമ്പത്താണെന്നുകൂടി ഒടുവിൽ തരൂർ പറഞ്ഞു. ബിജെപിയിലേക്ക് തരൂർ വഴിവെട്ടുകയാണോ എന്ന സംശയം ഇതൊക്കെ ആരിലും ഉണ്ടാക്കാം. എന്നാൽ താൻ ബിജെപിയിലേക്ക് പോകാനല്ല ഇതൊക്കെ പറയുന്നതെന്ന് തരൂർ തന്നെ വിശദീകരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പല നിലപാടുകളെയും പരസ്യമായി തള്ളുന്ന തരൂർ കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ച വരികൾ റീപോസ്റ്റ് ചെയ്ത് കോൺഗ്രസ് നിലപാടിനൊപ്പമെന്ന സന്ദേശവും നൽകുന്നു. തരൂരിന്റെ ഉദ്ദേശമെന്തെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ഒന്നുകിൽ പുറത്തേക്ക് പോകണം, അതല്ലെങ്കിൽ പാർട്ടി നിലപാടുകൾക്കൊപ്പം ഉറച്ചു നിൽക്കണം. ഇത് രണ്ടുമല്ലാത്ത നിലപാട് തരൂരിനും പാർട്ടിക്കും ഗുണം ചെയ്യില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നു. തൽക്കാലം തരൂരിനെ അവഗണിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് പാർട്ടി നിലപാട്. വിദേശ സന്ദർശനമെന്ന പേരിൽ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന പാർലമെന്റ് സ്ട്രാറ്റജി യോഗത്തിൽ നിന്നും തരൂർ വിട്ടുനിന്നിരുന്നു. പാർലമെന്റ് സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ തരൂരിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് ഹൈക്കമാൻഡ്. PR സുനിൽ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.